ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4 പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിഡിക്ഷൻസും പ്രിവ്യൂസൊക്കെയാണ്. ഫുൾ മലയാളത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഫുള്ള് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്തത്. സോ അതിനെല്ലാം മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. സോ മസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് മത്സരം നടക്കുന്നത് 33ാമത്തെ മത്സരമാണ്. ഏപ്രിൽ 17 കൃത്യം 7:30 നമ്മുടെ വാങ്കഡെ സ്റ്റേഡിയം മുംബൈ ഇന്ത്യൻസിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ബാറ്റിങ്ങിന് നല്ല രീതിക്ക് അനുകൂലമായിട്ടുള്ളൊരു പിച്ചാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ബൗളിങ്ങിന് പേസ് ബൗളേഴ്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്യൂ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ട് ചേസിങ് ടീമിന് കുറച്ച് ഗുണകരമായി ആവാനും ചാൻസസ് ഉണ്ട്. മാക്സിമം എല്ലാവരും ആവറേജ് അടിക്കുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 170 റൺസിന് എബോവ് ആണ്. മിനിമം 170 മുകളിൽ പോയിട്ടുണ്ട് ഏത് ടീം ബാറ്റ് ചെയ്താലും. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് 13 പ്രാവശ്യം നമ്മുടെ മുംബൈ ഇന്ത്യൻസും അതുപോലെ തന്നെ നമ്മുടെ SRH 10 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. കൂടുതലും മുംബൈ ഇന്ത്യൻസ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ വിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ പ്ലേയിങ് 11 11 പ്ലെയേഴ്സിനെ പറ്റിയാണ്. അതുപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. അതിന് മുന്നേ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ പക്ക ബാറ്റിംഗ് പിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാറ്റിംഗ് നല്ല രീതിയിൽ റൺസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ നല്ല റെക്കോർഡ്സ് ഉള്ള ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് നമ്മുടെ മുംബൈ ഇന്ത്യൻസിൽ. നമ്മുടെ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, തന്നെ അതുപോലെ തന്നെ രോഹിത് ശർമ്മ. പിന്നെ ഓപ്പോസിറ്റ് ടീമിലാണെങ്കിൽ ഇഷാൻ കിഷൻ ഇവിടെ നല്ല റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സൺറൈസേഴ്സിൽ നോക്കുന്ന സമയത്ത് മുംബൈ ഇന്ത്യൻസ് നോക്കുമ്പോൾ രണ്ട് ടീമും അത്യാവശ്യം നല്ല ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് ടീമിൻ്റെയും പോയിന്റ് നിലവാരം നോക്കിക്കഴിഞ്ഞാൽ നോക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് ടീമാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടീമും സ്ട്രോങ് തന്നെയാണ്. ബാറ്റിംഗ് ആണെങ്കിൽ ബൗളിംഗ് ആണെങ്കിലും ഈക്വൽ സപ്പോർട്ട് തന്നെയാണ് രണ്ട് ടീംസിനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മുടെ ഈ രണ്ട് ടീമിൻ്റെയും ബാറ്റിങ്ങും അതുപോലെ തന്നെ ഈ രണ്ട് ടീമിൻ്റെ നമുക്ക് പോയിന്റ് ടേബിളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ SRH ഇതുവരെ 6 മത്സരങ്ങൾ കളിച്ചിട്ട് 2 എണ്ണമാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസും 6 മത്സരങ്ങൾ കളിച്ചിട്ട് 2 മാച്ചാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പോയിന്റ് ടേബിളിൽ ഫസ്റ്റ് നിൽക്കുന്ന ഇപ്പോൾ ഗുജറാത്തും ഡൽഹിയും RCB ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിളായിട്ടുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബാറ്റിങ്ങിൽ ടോപ്പ് ഓർഡർ ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ 2 പേരെ കൊണ്ടുവരിക. അതുപോലെ തന്നെ മിഡിൽ ഓർഡറും അതുപോലെ തന്നെ മിഡിൽ ഓർഡർ കഴിഞ്ഞിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ, അതായത് 1 ഡൗണും അതുപോലെ തന്നെ ഒരു മിഡിൽ ഓർഡറിനെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ മുംബൈ ഇന്ത്യൻസിലാണെങ്കിൽ ഓപ്പണിംഗ് നമ്മുടെ റിക്കിൾട്ടണും അതുപോലെ തന്നെ ആരാ വരിക, വേറൊരു ബാറ്റ്സ്മാൻ കൂടെ വരുമല്ലോ, രോഹിത് ശർമ്മ ഓക്കെ, രോഹിത് ശർമ്മ ആയിരിക്കും വരിക. അപ്പോൾ ഇവർ രണ്ടുപേരും ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇത് കൂടാതെ എന്തായാലും നിങ്ങൾ സൂര്യകുമാറിനെ എടുക്കുന്നുണ്ട്. സൂര്യകുമാർ 1 ഡൗൺ ആയിട്ടാണ് വരിക. പിന്നെ അതുപോലെ തന്നെ തിലക് വർമ്മയാണെങ്കിൽ 2 ഡൗൺ ആയിട്ടും ആണ് വരിക. സോ അത് കഴിഞ്ഞിട്ട് ഒരാളുണ്ടാവുമല്ലോ, ആ ഒരാളെ കൂടെ ഞാൻ പിക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ വിൽ ജാക്സ്, ഹാർദിക് പാണ്ഡ്യ എന്തായാലും പിക്ക് ചെയ്യുക, വിൽ ജാക്സ്, ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻറ്റ് പ്ലെയേഴ്സ് പിക്സ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ മറ്റേ ടീമിലാണെങ്കിൽ SRHലാണെങ്കിൽ ക്ലേസൻ നല്ലൊരു പിക്കാണ്. സോ അങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്, അവർ പിക്ക് ചെയ്യണം. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്താൻ. നിങ്ങൾക്ക് ഗീവ് വേ വേണം, അതായത് 1 lakh rupees ഫ്രീ ഗീവ് വേ ഡെയിലി കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ മൈ മാസ്റ്റർ 11. സോ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി ഈ ഒരു ഗീവ് വേനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ മത്സരങ്ങളിലും ഈ ഒരു 1 lakh rupees ഫ്രീ ഗീവ് ആണ് കൊടുക്കുന്നത്. ഈ ഒരു ഇത് കണ്ടില്ലേ, ഏകദേശം 5000 പേരാണ് കളിക്കുന്നത്. അതിലേകദേശം 19,000 പേർക്കും പ്രൈസ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് വന്ന് 20,000 രൂപയാണ്. നിങ്ങൾ 1 രൂപ കൂടെ അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ടില്ല, നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് ക്യാഷ് ഇവർ തരുന്നത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മൈ മാസ്റ്റർ 11. അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. ഇതിലാണെങ്കിൽ ഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ക്യാപ്റ്റനോ VCയോ വൈസ് ക്യാപ്റ്റനോ ഒന്നും ഇല്ലാതെ ഒരു ടീമല്ല ഒരു പ്ലെയറിനെ പിക്ക് ചെയ്ത് നമുക്ക് വിൻ ആകാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫീച്ചറാണ്. അതെങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു 5 പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അസ്തർ പട്ടേൽ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, രാഹുൽ, അതുപോലെ തന്നെ നമ്മുടെ ജയ്സ്വാൾ, 5 പ്ലെയേഴ്സ്. അതിലാരാ നന്നായി കളിക്കാനും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഓപ്പോണൻ്റ് അസ്തർ പട്ടേൽ അവിടെ കൂടുതൽ പോയിന്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആരാണ്? KL രാഹുലാണ്. ഓക്കെ, KL രാഹുലിനെ നമ്മൾ പിക്ക് ചെയ്തു. ഇങ്ങനെ ഒരു 2 ടീമായിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് നമ്മുടെ അസ്തർ പട്ടേലും ഫ്രണ്ടിൽ KL രാഹുലും. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത KL രാഹുലാണ് കൂടുതൽ പോയിന്റ് എടുത്ത് വെച്ചാൽ നമ്മൾ പിന്നെ ഇത്രയുള്ള സിമ്പിളായിട്ട്
ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. അതുപോലെ ഇവിടെ ഡ്യുവോ പ്രോ ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ 2 പ്ലേയേഴ്സിനെ അറ്റ് എ ടൈം ചൂസ് ചെയ്യാനായിട്ട് പറ്റും. 2 പ്ലേയേഴ്സിനെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു 2 സെറ്റായിട്ട് കാണാൻ പറ്റുമല്ലോ. ഇവിടെ നിന്ന് നിങ്ങൾ KL രാഹുലിനെ എടുത്താൽ ഇവിടെ നിന്ന് ഒരു ബോളറിനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ മിച്ചൽ സ്റ്റാർക്കും KL രാഹുലുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊരു സെറ്റാണ്. ഇങ്ങനെ ഒരുപാട് പെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പെയേഴ്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തത് ഏത് പെയറാണോ ആ പെയറിന് ഇങ്ങനെ ക്യാഷ് കിട്ടും. അങ്ങനെ സിമ്പിളായിട്ട് ടീമൊന്നും ഇടാതെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുബേര ഫാൻറ്റസി തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് 11 ആണെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട മറ്റൊരു ആപ്ലിക്കേഷനാണ്. കാരണം ഡെയിലി ഞാനിതിൽ കളിക്കാറുണ്ട്. എനിക്കിതുവരെ ഞാനിതിൽ ലോസ് ആയിട്ടില്ല. അതാ സത്യാവസ്ഥ അതാണ്. ഇതുവരെ ഞാൻ ഈ ഒരു കോപ്പ് ഓപ്ഷൻ കളിച്ചിട്ട് ലോസ് ആയിട്ടില്ല. എനിക്ക് എപ്പോഴും പ്രോഫിറ്റ് മാത്രമേ ഇവിടെ കിട്ടാറുള്ളൂ. സോ നമ്മുടെ ചോയ്സിലോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇതിനതുപോലെ തന്നെ ഈ സ്പോട്ടാസിലും അതുപോലെ തന്നെ ആ ഒരു പോപ്പ് ഓപ്ഷൻ ഉണ്ട്. ഒരു പ്ലെയറിനെ പിക്ക് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചറാണിത്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ടീം ഇടാനൊക്കെ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു മൈ മാസ്റ്റർ 11 ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഞാൻ റീസെൻ്റ്ലി കളിച്ച മത്സരങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റാണ് അവിടെ കിട്ടുന്നത്. 278 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 242 രൂപ പ്രോഫിറ്റാണ്. 520 രൂപയാണ് എൻ്റെ വിന്നിങ്സ്. 2 കോൺടെസ്റ്റ് ഞാൻ വിൻ ചെയ്തിട്ടുള്ളൂ. 4 എണ്ണം കളിച്ചിട്ട് 2 എണ്ണം വിൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് കൂടെ എനിക്ക് പ്രോഫിറ്റ് ഇവിടെ നോക്കി 226 ഇട്ടിട്ട് 745 ഇട്ടിട്ടെങ്കിൽ 519 പ്രോഫിറ്റ് കിട്ടുക. ഇതിൽ ഞാൻ 4 എണ്ണം വിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്പാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ XL11 ആണെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്ന മറ്റൊരു ആപ്ലിക്കേഷനും കൂടിയാണ്. ഞാൻ നല്ലൊരു മാച്ച് കളിച്ചു, കുറച്ച് ലോസാണ്. പക്ഷെ എന്നാലും നമ്മൾ ചില മത്സരങ്ങളെ എനിക്കിവിടെ കൂടുതലും പ്രോഫിറ്റ് കിട്ടാറുണ്ട്. സിമ്പിളായി ടീമായിട്ട് കൂടെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ XL11. ഫോക്കസ് 11 ആണെങ്കിലും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ ഇതിൻ്റെ എല്ലാ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെയാണ് ഇതെല്ലാം. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ 11 പ്ലെയേഴ്സും കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സും അവരുടെ ഫോമും അവരുടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് രോഹിത് ശർമ്മയെ പറ്റിയാണ്. രോഹിത് ശർമ്മ നല്ല ഫോമല്ല, കുറച്ച് ഫോം ഔട്ടായിട്ടാണ് കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സ്കോർ 18-17 അങ്ങനെയൊക്കെയാണ്. വാങ്കഡയിൽ അദ്ദേഹം 80 ഇന്നിങ്സ് കളിച്ചിട്ട് 2263 റൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് SRH ആയിട്ട് 23 ഇന്നിങ്സ് കളിച്ചിട്ട് 439 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അതുപോലെ തന്നെ റയൻ റിക്കിൾട്ടൺ, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് നല്ല ഫോമിൽ തന്നെയാണ് അദ്ദേഹം. 41, 17, 10, 62 അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോമാണ്. വാങ്കഡയിൽ 2 ഇന്നിങ്സാണ് കളിച്ചിട്ടുള്ളത്. 72 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ വിൽ ജാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോം ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ ഒരു വിക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സൂര്യകുമാർ യാദവ്, അദ്ദേഹം ഭയങ്കര ഫോമിലാണ്. ലാസ്റ്റ് മത്സരം 40, 28, 67, 27 അങ്ങനെയൊക്കെ സ്കോർ പോകുന്നത്. വാങ്കഡയിൽ അദ്ദേഹം 138 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് നല്ല ഫോമിൽ തന്നെയാണ് അദ്ദേഹം. തിലക് വർമ്മയാണെങ്കിലും ഫോമിൽ തന്നെയാണ്. കറൻ്റ്ലി 59, 56, 25 അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റൺസ് പോകുന്നത്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് അദ്ദേഹം 146 റൺസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമാന്തീരാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഫോമിൽ 38, 11, 46 അങ്ങനെയൊക്കെ പോകുന്നത്. ഇതിനെ ഓൾറൗണ്ടേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ മുംബൈ ഇന്ത്യൻസിലുള്ളത് ഹർദിക് പാണ്ഡ്യയാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ഭയങ്കര ഫോമിലാണ്. ലാസ്റ്റ് മത്സരം 42 റൺസും 2 വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് മുന്നത്തെ മത്സരം 28 റൺസും 5 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് അദ്ദേഹം നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലെയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ മിച്ചൽ സാന്ത്വനർ, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് മുന്നത്തെ മത്സരങ്ങളൊക്കെ ഭയങ്കര ശോകമാണ്. ബൗളേഴ്സിൽ മെയിനായിട്ട് പറയാനുള്ള ദീപക് ചഹാറാണ്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് അദ്ദേഹം കുറച്ച് വിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ജാസ്പ്രീത് ബുംറ ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് കുറച്ച് ഫോം ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മത്സരം നല്ല വിക്കറ്റ്സ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രെൻഡ് ബോൾട്ട് ആണെങ്കിലും ലാസ്റ്റ് മത്സരം 3 വിക്കറ്റ്, അതിന് മുന്നേ 0 അങ്ങനെയൊക്കെയാണ് വിക്കറ്റ്സ് പോകുന്നത്. കരൺ ശർമ്മയാണെങ്കിൽ നല്ല ഫോമിലാണ്. കരൺ ശർമ്മ ലാസ്റ്റ് മത്സരം നല്ല രീതിയിൽ 3 വിക്കറ്റ് എടുത്ത് മുംബൈനെ രക്ഷിച്ച ഒരു പ്ലെയർ തന്നെയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിലോട്ട് നോക്കുന്ന സമയത്ത് ട്രാവിസ് ഹെഡാണ്. ഭയങ്കര ഫോമിലാണ് അദ്ദേഹം. 66 റൺസ് ലാസ്റ്റ് മത്സരം എടുത്തു. അതിന് മുന്നത്തെ മത്സരങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എഗൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ലാത്ത ഫോമിൽ തന്നെയാണ്. ഒരു 48, 62 അങ്ങനെയൊക്കെ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് കളിച്ച മത്സരങ്ങൾ. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ ലാസ്റ്റ് മത്സരം 141 റൺസാണ്. അതിന് മുന്നേ ഷോക്ക് വരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് മത്സരം 141 ആയിരുന്നു. ഈ ഒരു മത്സരം കുഴപ്പമില്ലാതെ ഒരു 50 റൺസ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇഷാൻ കിഷന് നല്ല റെക്കോർഡ്സുള്ള പ്ലെയറാണ്. ഇവിടെ ഞാൻ നോട്ട് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡി ഒരു ഓൾറൗണ്ടറാണ്. ഹെൻറിച്ച് ക്ലാസൻ, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ഫോമിലാണ്. 21, 27, 33, 32 അത്യാവശ്യം മിനിമം 25 റൺസ് എബോ എടുത്ത് തന്നെ ഡ്രീം ലെവലിലൊരു
40 പോയിൻറ്റ്സിന് എബോ കയറും. ഡ്രീം ടീമിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിംഗ് ആയതുകൊണ്ട് വലിയ ഓപ്ഷൻസ് ഇഷാൻ കിഷൻ ഉണ്ട്, റിക്കൽട്ടൺ ഉണ്ട്, 3 പേരുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അൻകേത് വർമ്മ, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് നല്ല ഫോമിലാണ്. 87, 36 തുടങ്ങിയ സ്കോറുകളാണ് ലാസ്റ്റ് അദ്ദേഹം സ്കോർ ചെയ്തത്. അഭിനവ് മനോഹർ വലിയൊരു ഇന്നിങ്സാണ് അദ്ദേഹം, 79 റൺസാണ് മുന്നൊരു മത്സരം എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ കുറഞ്ഞ സ്കോറുകളാണ് കേട്ടോ. ഓൾറൗണ്ടേഴ്സിലോട്ട് നോക്കുന്ന സമയത്ത് പാറ്റ് കമ്മിൻസ്, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നല്ലൊരു പ്ലെയറാണ്. അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് നല്ല റെക്കോർഡ്സ് ഉണ്ട്. 35 റൺ, 1 വിക്കറ്റ് ലാസ്റ്റ് ഒരു മുന്നേ കളിച്ച മത്സരം എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ 2 വിക്കറ്റ്, 3 വിക്കറ്റ് അങ്ങനെയൊക്കെയാണ് അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള റെക്കോർഡ്സ്. അതുപോലെ തന്നെ ബൗളർമാരിൽ ഹർഷൽ പട്ടേൽ മുംബൈക്കെതിരെയുള്ള മികച്ച റെക്കോർഡാണ്. 14 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 24 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് ഷമി ആയാലും ഇഷാൻ മല്ലിക ആയാലും സിയാൻ അൻസാരി ആയാലും ഇവരെല്ലാവർക്കും നല്ല റെക്കോർഡ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസായിട്ട് ഈ ഒരു ഗ്രൗണ്ടിലൊക്കെ. ഓക്കെ, സൂര്യകുമാർ, ബൂംറ, അതുപോലെ തന്നെ ഹർദിക് ഉയർന്ന ഫോമിലാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ്, പാറ്റ് കമ്മിൻസ്, ക്ലേസൻ മികച്ച റെക്കോർഡും ഫിനിഷിംഗ് ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സാണ് ഇവരെല്ലാം. ഓക്കെ, പിച്ച് എന്ന് പറഞ്ഞാൽ പേസേഴ്സിന് ഇതുള്ളതുകൊണ്ടും സഹായമുള്ളതുകൊണ്ടും മിഡിൽ ഓർഡേഴ്സ് സ്പിന്നേഴ്സിന് ഇവിടെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചേസ് ചെയ്യുന്ന ടീമായിരിക്കും ഇവിടെ കൂടുതൽ വിന്നാവാനുള്ള പോസിബിലിറ്റീസും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് SRH തമ്മിലുള്ള മത്സരത്തിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ മൈ മാസ്റ്റർ 11 സോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ആപ്പാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത് 1 lakh rupees ഗീവാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റിക്കിൾട്ടൺ, ക്ലേസൻ, അതുപോലെ തന്നെ നമ്മുടെ ഇഷാൻ കിഷനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ടീമിലോട്ട്. ട്രാവിസ് ഹെഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രോഹിത് ശർമ്മയിലും ഞാൻ ടീമിലോട്ട് ഇടുന്നുണ്ട്. സൂര്യകുമാർ യാദവ്, അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ, അഭിഷേക് ശർമ്മേനെയും നമ്മൾ ടീമിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. പാറ്റ് കുമിൻസ് ഒരു ബോളറായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാസ്പ്രീത് ബൂംറ അദ്ദേഹത്തെയും കൊണ്ടുവന്നിട്ടുണ്ട്. ട്രെൻറ്റ് ബോൾട്ടിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കോമൺ ടീമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം റിസ്ക് എടുക്കാൻ ഭയങ്കര ടഫായിട്ടുള്ള ഒരു മാച്ച് കൂടിയാണിത്. ഇതിൽ ക്യാപ്റ്റൻസി ഞാൻ ഹർദിക് പാണ്ഡ്യ തന്നെയാണ് കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ നമ്മൾ ഇഷാൻ കിഷനെയാണ് കൊടുക്കുന്നത്. നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയറാണ്. ഈ ഒരു മത്സരം നന്നായി കളിക്കാനും ചാൻസ് ഉണ്ട്. ടീം ജസ്റ്റ് ഒന്ന് നോക്കാം. റിക്കിൾട്ടൺ, ദെൻ അതുപോലെ തന്നെ ക്ലേസൻ, അതുപോലെ നമ്മുടെ ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, ദെൻ നമ്മുടെ ട്രാവിസ് ഹെഡ്, ഹർദിക് പാണ്ഡ്യ, അഭിഷേക് ശർമ്മ, ജാസ്പ്രീത് ബൂംറ, അതുപോലെ നമ്മുടെ ട്രെൻറ്റ് ബോൾട്ട്, പാറ്റ് കുമിൻസ്, ഇത്രയും പേരെ നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.